എന്റെ പൊന്നളി അവിടെ അങ്ങ് ഒരു കിഴക്കേമില്ല, അങ്ങോട്ടൊന്നും വരരുത്. ഒരു പട്ടിക്കട തിന്നാനെങ്കിൽ ഒരു നല്ല കട പോലും ഇല്ല. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? NRIs ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ്. അവർക്ക് ഈ ഫണ്ട് കൂടുതലായിട്ടുള്ള എന്ത് കൊള്ളാത്ത സാധനം കൊടുത്ത് ഇവരങ്ങ് തിന്നും. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. നമ്മളെ തിരുവല്ല ഞാൻ കാണാം, ഞാൻ വീഡിയോ കണ്ടിരിക്കുക. എന്റെ പൊന്നുള്ളിയ അവിടേക്കൊന്നും വേണ്ടല്ല, അതൊരു പട്ടിക്കാണത്. എന്റെ പൊന്നുമോളെ നീ എവിടുന്ന് വന്നേ ഇത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. നിന്റെ ഡാഡി എവിടാണ്? നിന്റെ ഗ്രാൻഡ് പ എവിടാണ്? നിന്റെ ഗ്രാൻഡ് മ എവിടാണ്? എടാ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. ശരിക്കും നീ ഇവിടെ, നീ തിരുവല്ല എന്ന് പടിഞ്ഞാട്ട് അറിയാം, ഏതോ പൊടിയാടിയാണെന്ന് തോന്നുന്നു. ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ പറയുന്നു. അവിടെ ഒരു വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് മൊബൈലിൽ നോക്കി സ്ട്രീമിംഗ് ചെയ്യുന്ന ഒരു കുട്ടിയല്ലേ? നിനക്ക് തിരുവല്ലയെ കുറിച്ച് എന്തറിയാം? അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്തുകൊണ്ടാണ് ഓരോ ദിവസം തിരുവല്ലയിൽ ഈ ഹോട്ടൽസ്, റെസ്റ്റോറന്റുകൾ, ഈവൻ തട്ടുകട വരെ വളർന്നു പോകുന്നത്? മോശം ഫുഡ് ആയതുകൊണ്ടോ നല്ല ഫുഡ് ആയതുകൊണ്ടല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. കേരളത്തിന്റെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാർ തിരുവല്ലയിൽ കൂടെ പാസ് ചെയ്യുമ്പോഴും തിരുവല്ലയിൽ വന്ന് ജോലി ചെയ്ത് താമസിക്കുന്നവരെല്ലാവരും ഈവനിങ് തിരുവല്ലയിൽ നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ഓരോ 36 വർഷം പഴക്കമുള്ള നല്ല ഹോട്ടലാണ്. മോക്കറിയില്ല, മോടെ അപ്പൂപ്പനോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ചുമ്മാ എയറിലേക്ക് പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഒരു നാടിനെയോ ഒരു സംസ്കാരത്തെയോ അല്ലെ അവരുടെ രീതികളെയൊക്കെ ഇങ്ങനെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും, ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. എന്തോ നാടേ ഇതൊക്കെ? ഈ കീടമൊക്കെ എവിടുന്ന് വരുന്നതാണ്? വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാറില്ല. ഇവനൊക്കെ എവിടുന്ന് വരുന്ന ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സും തിരുവല്ല ടൗണിൽ നിന്ന് മേടിച്ചല്ലോ. എനിക്കറിയാം, ചാലക്കുടി ബസാറ് 133 50 പൈസയ്ക്ക് കിട്ടുന്ന ഉടുപ്പല്ല നീ ഇട്ടിരിക്കുന്നത്, എനിക്കറിയാം.